ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പഴംപൊരിയാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം, അപ്പോൾ അതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, അത് അടിപൊളി ടേസ്റ്റിയും അടിപൊളി ക്രിസ്പിയുമായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ കണ്ടാൽ ചായക്കടയിൽ നിന്ന് വാങ്ങിയ അതേപോലെ തോന്നും. അപ്പോൾ നമുക്കും വീട്ടിൽ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ചേർത്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർ ഹാപ്പിയായി. അപ്പോൾ അവർ കഴിക്കുന്ന കണ്ടാൽ നമ്മളും ഹാപ്പിയായി. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കാതെ നല്ല പഴംപൊരിയാണേ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദ ഒരുപാട് ഒന്നും എടുക്കണ്ട, നമ്മൾ പഴത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പഴമാണ് എടുത്തത്. അപ്പം ഞാൻ ആ മൈദ എടുത്ത ശേഷം ഇനി അതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര ഗ്ലാസ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ അപ്പക്കാരോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3-4 സ്പൂണ്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം കുറവ് വേണ്ടവർ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഞാൻ 2 ഏലക്കായ കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കായം കൂടെ പൊടിച്ച് ചേർത്തു. ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. ഇനി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയെടുക്കണം. അപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മളിത് കലക്കിയെടുക്കണം. കട്ടയൊക്കെ പോയി നന്നായി നല്ല കുഴമ്പ് രൂപത്തിലാവണം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതൊരു 10-15 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതേ പരുവത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി ലൂസായി പോവാതെ ഇതുപോലെ കലക്കിയ ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഈ മാവ് എടുത്താൽ മതി. അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച നേന്ത്രപ്പഴം കീറി കഷ്ണങ്ങളാക്കി ഇടാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായിരുന്നു നിർബന്ധം ചായക്കടയിൽ അതേപോലെ നീളത്തിൽ പഴം മുറിക്കണമെന്ന്. അപ്പോൾ ഞാൻ പഴം അതേപോലെ കീറിയെടുക്കുകയാണ്. ഒരു പഴം ഞാൻ 3 പീസായിട്ടാട്ടോ കീറിയത്. അതിനേക്കാൾ ചെറുതായി കീറാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ 3 പീസാക്കി എടുത്തു ഒരു പഴം കണ്ടോ. ഇനി അതേപോലെ ബാക്കിയുള്ളതും മുറിച്ചെടുക്കണം. അങ്ങനെ ഞങ്ങൾക്ക് 4 പഴംപൊരി, 4 പഴമുള്ളത് ഒരു 12 പീസായിട്ട് കിട്ടി കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ എല്ലാ പഴവും നമുക്കിതുപോലെ കീറിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പഴവും ഞാൻ കീറി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ഓയിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാനിതിലോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക്. ഇനി അതൊന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മുങ്ങി പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നിറയെ വെളിച്ചെണ്ണ വേണം. പക്ഷേ നമ്മൾ ഈ വെളിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാവിൽ ഇനി ഓരോ പഴം ഇങ്ങനെ മുക്കിയെടുത്ത ശേഷം വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി മുങ്ങി എടുത്ത ശേഷം അത് ഞാൻ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നീളത്തിൽ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിതിലോട്ട് ഇങ്ങനെ 3 പഴംപൊരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് മറിച്ചെടുക്കാൻ കഴിയൂ. അപ്പോൾ നിറയെ ഇട്ടാൽ നമുക്കത് മറിച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതാ 3 പഴംപൊരിയാണ് ഒരേ സമയത്ത് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഇനി ഓരോന്നോരോന്നായി നമുക്കിത് മറിച്ചെടുക്കണം. അപ്പോൾ അതാ നന്നായി കിട്ടുന്നുണ്ട്, അടിയിൽ ഒട്ടിപ്പോകുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, ഒന്ന് നന്നായി മറിച്ച് 2 വശം ഒരുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ വെന്ത് വന്നാൽ നല്ലൊരു യെല്ലോ കളറായി വരും. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ അത് വെന്ത് നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്നും കോരി ചട്ടിയിലോട്ട് ഇടാം. അപ്പം ഞാനിതാ ഓരോന്നും കോരി എടുത്ത് ചട്ടിയിലോട്ട് ഇടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ കോരിയെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട പഴംപൊരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പഴംപൊരിയും നമുക്കിതുപോലെ ഓരോന്നോരോന്നായി വേവിച്ചെടുക്കണം. അങ്ങനെ എല്ലാ പഴംപൊരിയും നമുക്ക് വേവിച്ച് ചട്ടിയിലോട്ട് കോരിയിടാം. അപ്പോൾ ഓരോന്നും പൊരിച്ചത് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ട് ഞാൻ ഇനി എല്ലാം പൊരിച്ച് കഴിഞ്ഞ ശേഷമുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അല്ലാതെ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തായാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ അതുപോലെ എല്ലാ പഴംപൊരിയും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം. അപ്പം ഞാൻ ചട്ടിയിലാണ് ഫുള്ളായിട്ട് പൊരിച്ച് വെച്ചത്. അപ്പോൾ ഇനി അത് ഞാൻ ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കാണിച്ചു തരാം. അപ്പം ഞാൻ എല്ലാ പഴംപൊരിയും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലുള്ള പഴംപൊരി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കാം. അതാ നമ്മൾ അടിപൊളി പഴംപൊരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ചായയും കൂട്ടി ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്.